അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മസ്ജിദുൽ ജിന്നിന്റെ പരിസരത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് അതുപോലെ ഹിറാ ഗുഹയിലേക്കൊക്കെ പോയിരുന്ന ഒരു പാതയോരമാണിത്. റസൂലുള്ളാഹിന്റെ കാലത്ത് പ്രബോധനം നടത്തിയിരുന്നത് ആരൊക്കെയോ തോട്ടത്തിലും അവിടെയൊക്കെ പണിയെടുക്കുന്നിടത്ത് പോയിട്ട് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ റസൂല് സഹാബികൾക്കൊക്കെ വേണ്ടിയിട്ട് ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ജിന്നുകള് ആ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവരുടെ ഇടയിൽ പോയിട്ട് ആ ജിന്നുകള് പ്രബോധനം നടത്തുകയും ആ വിശ്വാസികളാവുകയൊക്കെ ചെയ്ത സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശം. സുഹൃത്ത്, ജിന്നിന്റെ ആദ്യത്തെ 2-3 ആയത്തിലും അതുമായി ബന്ധപ്പെട്ട് കൂട്ടം ആളുകൾ അവരെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. അവർ പറയുകയും ചെയ്തു, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഖുർആനിന്റെ പ്രത്യേകത കൂടി അവർ എടുത്തു പറഞ്ഞു. അത് നന്മയിലേക്ക് വഴി നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും അതുകൊണ്ട് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇത് ജിന്നുകൾ കേൾക്കുകയും അവർ പ്രബോധനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരം പ്രവാചകന്റെ അനുയായികളായ മക്കയിലെ വിശ്വാസികളായ ആളുകളോടും ആ റസൂലുള്ളാഹിന്റെ വാക്കുകൾ കേട്ട് നിഷേധിച്ച് തള്ളുന്ന മക്ക മുശ്രിക്കുകളോടും 2 രീതിയിലാണ് ഖുർആൻ സംവദിച്ചത്. ഒന്ന്, മക്ക മുശ്രിക്കുകളായ ആളുകളോട് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതി തന്നിട്ട് ഞാൻ പ്രബോധനം നടത്തിയിട്ട് ബുദ്ധിയുള്ള നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ കാണാത്ത ഞാൻ കാണാത്ത വലിയൊരു സംഘം ഈ ഖുർആൻ കേൾക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും പ്രബോധനത്തിന്റെ മേഖല തെരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു ജിന്ന് വർഗം ഇവിടെയുണ്ട്. അതുപോലെ കൂടെയുള്ള സഹാബികളായ ആളുകളോട് ഇത് നിങ്ങളുടെ കൂടി ദൗത്യമാണ്. ഈ ഖുർആൻ നിങ്ങൾ കേട്ടു മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട പ്രബോധനം അത് എങ്ങനെയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നിങ്ങൾ മാത്രമല്ല ഖുർആൻ കേട്ട് പ്രബോധനം നടത്തുന്ന ജിന്നുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ 2 രീതിയിലുള്ള 2 സംഘങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഖുർആൻ ഈ ആയത്തിറക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു തവണയല്ല പല തവണ ജിന്നുകൾ വന്നിട്ടുണ്ട്. റസൂൽ അറിഞ്ഞും വന്നിട്ടുണ്ട്, അറിയാതെയും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി അത് റസൂലിനെ കേൾക്കുകയും അവർ പ്രബോധനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായി ജീവിച്ച് വിശ്വാസികളായി മാറിയ ജിന്നുകളെ കുറിച്ചൊക്കെ ഹദീസുകളിൽ ചർച്ചയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്മാരകം എന്ന നിലക്കാണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പള്ളി മസ്ജിദുൽ ജിന്നി എന്ന് പേര് വെച്ചു എന്നതിനപ്പുറം മറ്റൊരു പള്ളിയേക്കാൾ ഒരു പ്രത്യേകത ഈ പള്ളിക്കില്ല. സാധാരണ പള്ളിയിൽ കയറുന്നത് പോലെ കയറിയാൽ തഹിയ്യത്ത് നിസ്കരിക്കാം, മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു പ്രബോധനത്തിന് സാക്ഷ്യം വഹിച്ച ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടായ പ്രദേശം എന്നുള്ള നിലക്ക് അതൊരു സ്മാരകമായിട്ട് ആ പേരിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് മാത്രമേ ഇതിലുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പരിസമാപ്തി കുറിക്കുകയാണ്. നമ്മൾ 1-2 കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ അപ്പോൾ നമ്മൾ പോയത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും ജീവിച്ച രീതി വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രവാചകനെ കുറിച്ച് സ്ത്രീലംബടനം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്താണ് നമ്മളിത് പഠിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സായ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ 2 തവണ വിവാഹിതയാവുകയും 4 മക്കളുടെ ഭാര്യയുമായിരുന്നു റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല ആ ഉമ്മ. അതുപോലെ പിന്നീട് കല്യാണം കഴിച്ചത് പ്രവാചകൻ ഖദീജ ബീവിന്റെ മരണശേഷം 2.5 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് സൗദ റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കുന്നത്. അത് ഇന്ന് നമ്മൾ കാണുന്ന ഈ കറുത്ത വർഗത്തിൽപ്പെട്ട നീഗ്രോ വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. 65 വയസ്സുണ്ടായിരുന്നു, 6 മക്കളുടെ ഉമ്മയായിരുന്നു. അങ്ങനെയുള്ള ഒരു സൗദ റളിയല്ലാഹുവിനെ 2ാമത് കല്യാണം കഴിച്ചത്. പിന്നീട് ആയിഷ ബീവിനെ കല്യാണം കഴിക്കുന്നതും മറ്റു ഭാര്യമാരൊക്കെ സ്വീകരിക്കുന്നതൊക്കെ പിൻകാലത്ത് യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ ഭാര്യമാരെന്ന നിലക്ക് അല്ലാഹു അമാനത്തായിട്ട് ഏൽപ്പിക്കപ്പെട്ട ഭാര്യമാരെയാണ് പിന്നീട് കല്യാണം കഴിച്ചത്. ആയിഷ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ
ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് കാലത്തുള്ള ആളുകൾക്കാണ് ചരിത്രത്തിലെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നും അതൊരു വിവാദത്തിന്റെ കാര്യമായിരുന്നില്ല. ചെറിയ പ്രായത്തിലുള്ള ആയിഷ ബീബിനെ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു എന്ന ഒരു ചർച്ച വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ സന്ദേശം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ ആ റസൂലുള്ളാഹിന്റെ മാതൃകാ ജീവിതം അഥവാ വൈവാഹിക ജീവിതത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരേണ്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ റസൂലുള്ള മരിക്കുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. പിന്നെ ലോകത്തിന്റെ മുമ്പിൽ ഇത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ബാക്കിയാവുകയാണ്. അവിടെയാണ് നല്ല ബുദ്ധികൂർമ്മതയുള്ള ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത്. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ പ്രവാചക ജീവിതത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചക ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ട് ഹദീസുകൾ പ്രതിപാദിച്ചു. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിന്റെ കൃത്യമായ മാതൃകയാണ് കാണിച്ചു കൊടുത്തത്. ആ മാതൃക ആയിഷ ബീബി പറയാണ്, ഞാനൊരു പാനീയം കുടിച്ചിട്ട് ആ റസൂലുള്ളാഹിക്ക് കൊടുത്താൽ ആ പാനീയം ഞാൻ ആ പാത്രത്തിന്റെ ഏതു ഭാഗത്താണോ ചുണ്ട് വെച്ചത് അതേ ഭാഗം തന്നെ റസൂലുള്ളാഹി തിരിച്ചിട്ടാണ് കുടിക്കാറുണ്ടായിരുന്നത്. ഞങ്ങൾ ഓട്ടപ്പന്തയം നടത്താറുണ്ടായിരുന്നു. എല്ലാം ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അവസാനം ഞാൻ ചവച്ചരച്ച അറാക്ക് കൊണ്ടാണ് റസൂലുള്ളാഹിക്ക് പല്ല് തേച്ച് കൊടുത്തത്. അതിനു മാത്രമുള്ള സുഹൃത്തമായ ഒരു ബന്ധമാണ് റസൂലും ആ ഭാര്യമാരും ഉണ്ടായിരുന്നത്. അങ്ങനെ ആയിഷ ബീവി എന്താണ് റസൂലുള്ളാഹിന്റെ ജീവിതം എന്ന് കൃത്യമായിട്ട് 40 കൊല്ലക്കാലം സമൂഹത്തിന്റെ ഇടയിൽ പ്രചരണം നടത്തി. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ പ്രായത്തിലുള്ള ആയിഷ ബീവിനെ തെരഞ്ഞെടുത്തത് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയും ഈ പഠനവുമൊക്കെ ഒരു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനമായിട്ട് മൗലവി നമ്മുടെ ഗ്രൂപ്പിന്റെ മൗലവി നൗസാദ് മൗലവി